വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചീവി എടുത്ത് 1 കപ്പ് ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ ശർക്കര പാനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ തൈര്, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഒരു വിസ്ക് വെച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് മിക്സിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് അരിച്ച് ചേർത്ത് കൊടുക്കണം. അരിച്ചെടുത്ത പൊടി ശർക്കര പാനിയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് ഡ്രൈ ആയി പോവാതെ ഇടയ്ക്കിടയ്ക്കായി കുറച്ച് പാല് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പൊടിച്ചെടുത്ത് നട്ട്സും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യേണ്ട ട്രേയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് ഇതുപോലെ ബ്രഷ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററും ഒഴിച്ചു കൊടുത്ത് മുകളിലായി കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ച് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്ത ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കി നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.